അസ്സലാമു അലൈക്കും. ദിയ ഫാത്തിമാൻ്റെ ഉപ്പയാണ്. എൻ്റെ മോളെ കേസിട്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBIക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ സംഭവങ്ങളൊക്കെ ഓക്കെ ആയി എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം അള്ളാൻ്റെ പരീക്ഷണം എന്താ പറയണ്ടേ, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നെയാണ്. കാരണം സത്യസന്ധമായിട്ട് എന്ത് ചെയ്താലും അതിനൊക്കെ ഒരുപാട് പരീക്ഷണവും ഒരുപാട് താമസവും കാലയളവും അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ മാത്രം ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയുന്നതിന് വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് കുറേ ആൾക്കാർ നമ്മളെ അനാവശ്യമായിട്ട് അത് പറയാനും ഇത് പറയാനും നമ്മൾ കൊന്നെന്ന് പറയാനും വിറ്റെന്ന് പറയാനും അങ്ങനെ നാവിനില്ലാത്ത കുറേ ആൾക്കാർ വേറെ. ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ എല്ലാ സംഭവവും കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തിൻ്റെ മേലെയായി. അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്ക്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് തുടങ്ങി. എല്ലാം ഓക്കെ ആയപ്പോൾ ഇന്ന് എൻ്റെ വക്കീലിൻ്റെ കോൾ വന്നു. ഇത്ര നാളും അദ്ദേഹം, അതായത് 10 വർഷത്തോളമായിട്ട് ഇതുവരെ ഒരു രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഇന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്, എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ എല്ലാം ഫീസ് നീ തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വർഷത്തെ ഫീസ് 30,000 രൂപയാണ്. ബാക്കി ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ കേസ് വരുന്നതിന് അനുസരിച്ച് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെൻഷൻ അടിക്കണ്ട, നിൻ്റെ അടുത്തില്ലാന്ന് എനിക്കറിയാം, നീ ആകുമ്പോൾ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കേട്ടപ്പോൾ ഒരു വിഷമം. കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിൽ നമ്മളെ സാമ്പത്തികമായിട്ട് അവർക്ക് ഇനി ഒന്നും വേണ്ടെന്നും അവരിനി ഇതിൻ്റെ ബേസിൽ അവർക്ക് പ്രാർത്ഥന മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, റബ്ബിനറിയാലോ നമ്മളെ കയ്യിൽ എത്ര രൂപയുണ്ട്. നമ്മളെ ആരോടും ഒരു ബേസിലും കുട്ടീൻ്റെ കേസ് കെട്ടി നേരെ വാങ്ങിയിട്ടില്ല. നമ്മളെ അക്കൗണ്ടിൽ ഒന്നുമില്ല, ഇന്നുമില്ല. എന്തിനാ കടത്താൻ പറയേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് ക്ലിയറാക്കിയിട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും അത് പറഞ്ഞ കേട്ടപ്പോൾ ഒരു വിഷമം. കാരണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ഒരറ്റം പൊട്ടിക്കാൻ വേണ്ടി പെടുന്ന പാട് നമുക്ക്. ചില ആൾക്കാരെ നാവിന് ഇല്ലാത്തത് കൊണ്ട് പലതും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബേസിൽ നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിച്ചത് കൊണ്ട് അന്ന് തന്നെ തീരുമാനമാക്കുന്നില്ല ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോവുക. എന്താ പറയണ്ടേ, അങ്ങനത്തെ കുറേ അവസ്ഥ. അപ്പം റബ്ബ് തന്നെ തീരുമാനിക്കട്ടെ, എന്താവും എന്താവണം എന്താവണ്ടെന്നൊക്കെ റബ്ബ് തീരുമാനിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാം സഹിച്ച് മടുത്തു. 2025 എൻ്റെ മോളെ കിട്ടുന്നൊരു വർഷമാവണമെന്ന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് കിട്ടുമായിരിക്കും. അതല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഒന്നിനൊരു മൂടില്ല. നമ്മളെ കേൾക്കാനാണില്ല. ഞാൻ എൻ്റെ മോളെ വിറ്റതും കൊന്നതും മറ്റുള്ളവരെ ഭയപ്പെടുന്ന ആൾക്കാരാണ്. എന്തായാലും ഈ മാസം ഒന്ന് മുഖ്യമന്ത്രിനെ നേരിട്ട് കാണണം. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനാണ്. കാരണം വേറെ കൊണ്ടല്ല, പല രീതിയിൽ നിയമപരമായിട്ട് പോയിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു നീതി കിട്ടുന്നില്ല. അപ്പോൾ ഇനി നേരിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ടും അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ അവർക്ക് പരാതി കൊടുത്തിട്ടും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടും, നേരിട്ട് കൊടുക്കാറ്, ഓൺലൈനിലായിട്ട് അങ്ങനെയൊന്നും കൊടുക്കാതെ നേരിട്ട് കൊടുത്തിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.
പത്രസമ്മേളനം വിളിക്കണം, അതുപോലെ ന്യൂസ് ചാനലിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ സംഭവവും പുറത്തെത്തിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇതിലിങ്ങനെ നടക്കുക. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, കാരണം 2014 മുതൽ ഇത്രയും കൊല്ലം ഒന്ന് റീയടിക്കും പോലെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, എൻ്റെ മോളെ നഷ്ടപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ. അത്ര നേരം മടിയിലിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത കുട്ടിയെ ഒന്ന് ജസ്റ്റ് കുളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് മിസ്സായി. പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ അള്ളാൻ്റെ പരീക്ഷണങ്ങളാണല്ലോ, സഹിക്കല്ലാണ്ട് നിവൃത്തിയില്ല. പറയുന്നവരൊക്കെ പറയട്ടെ. എന്നാലും നമ്മളെ മോളെ കിട്ടും, പ്രതീക്ഷകളാണല്ലോ. അപ്പോൾ ഇപ്പോൾ നിലവിലെ അവസ്ഥ ഇതാണ്. നമ്മളെ നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മളെക്കുറിച്ച് അറിയൂ. അല്ലാതെ മറ്റുള്ള ആൾക്കാർ ആരൊക്കെയോ എവിടെയൊക്കെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എന്തൊക്കെയോ ആക്കി. അള്ളാൻ്റെ നോട്ടം നമ്മളിലേക്ക് നല്ലോണം ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മളെന്ത് രീതിയിൽ പോയാലും ഒരു എന്താ പറയണ്ടേ, തടസ്സങ്ങൾ മാത്രം. എന്തായാലും എൻ്റെ മോളെ എന്തായാലും കിട്ടുമായിരിക്കും, എത്തിച്ചേരട്ടെ എന്നല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയേണ്ടത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തൊരവസ്ഥയിലുള്ള പ്രതീക്ഷകൾ 10 കൊല്ലം എന്തൊക്കെയോ ആയി തീർന്നു. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ, നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം പണം ഉണ്ടെങ്കിലേ ഈ ലോകത്ത് എന്തിനും നീതിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അത് പണം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ടെത്തുള്ളൂ. ഇപ്പോൾ പോലും ഞാൻ എൻ്റെ മോളെ കേസ് ഇട്ടിപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസമായി. അപ്പോൾ ഇത്ര ആളൊന്നും എന്നോട് സംസാരിക്കാത്ത ആൾക്കാർ വരെ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര വിഷമം. കാരണം എടുത്ത് പെട്ടെന്ന് കൊടുക്കാനുള്ളത് ഒരു ഉറപ്പില്ല. ഇനിയിപ്പോൾ പൈസ കൊടുത്താലേ അതിന് മുന്നോട്ട് പോകുമെന്നുള്ളൊരു പേടിയും കൂടിയായി. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയല്ലാണ്ട് എന്താ ചെയ്യല്ലേ. കുറേ ആൾക്കാർ പറഞ്ഞു, കുട്ടീൻ്റെ കേസായിട്ടുള്ള സുഹൈലെ ആ വയസ്സിൽ നിനക്കൊന്ന് നോക്കിക്കൂടെ, എന്തിനാ അതാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. ഒന്ന് അല്ലാണ്ട് തന്നെ കുറേ തലയിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനിയെല്ലാം തെളിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണുള്ളത്. എന്തായാലും ഒരു സന്തോഷമുണ്ട്. ലോകം അറിയുന്ന, ലോകത്ത് എത്രയോ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന പൊന്നുമോളെ ഉപ്പയാവാൻ പറ്റിയല്ലോ. ആ ദുആ എൻ്റെ മോൾക്കും നമുക്കും കിട്ടും. എന്തായാലും നമ്മളെ മോശമായി പറഞ്ഞ ആൾക്കാരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അവരുറങ്ങട്ടെ. ഇതിനൊക്കെ തിരിച്ചടി റബ്ബ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ മനസ്സിലാവും. നമ്മൾ കൊടുക്കുമ്പോൾ അല്ലേ ഒരിടത്തിനൊരു പരിധി ഉണ്ടാവും. റബ്ബ് കൊടുക്കുമ്പോൾ ഒരു പരിധി ഉണ്ടാവും. എന്താ ചെയ്യുക. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മോളെ കിട്ടാൻ. അതുപോലെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു കിട്ടിയില്ലെങ്കിൽ പക്ഷെങ്കിൽ എന്താ പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയായി. ആരോട് പറയണം, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ. തളരൊന്നുമില്ല, എന്തായാലും തളരൊന്നുമില്ല, മുന്നോട്ട് തന്നെ പോകും. കുറേ ആൾക്കാർ വിചാരിക്കേണ്ടത് നമ്മൾ തളർന്ന്, നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ ദുആ മാത്രം മതി. എന്തൊക്കെയല്ലോ ആഗ്രഹങ്ങളായിരുന്നു, പക്ഷേ എല്ലാം പണത്തിൻ്റെ മുന്നിൽ തകർന്നടിയുന്ന ഒരവസ്ഥയിലാണ്.
പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തും മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. എന്തായാലും ഒന്ന് എങ്ങനെയായാലും ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നുമോൾ എനിക്ക് കിട്ടിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കുട്ടീൻ്റെ കേസ് ഇട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഓരോ സൈറ്റുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കയറി നോക്കുമ്പോൾ മിസ്സിങ് കേസ് എന്ന് പറയുന്ന രീതിക്ക് പോയിട്ടേ ഇല്ല. ഫസ്റ്റ് അന്നുണ്ടായ ലോക്കൽ പോലീസിൻ്റെ അനാസ്ഥ വല്ലാണ്ട് നമ്മളെ കേസിൽ ബാധിച്ചു. ഒന്ന്, രണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരില്ലാത്തതിൻ്റെ പേരിൽ രണ്ടാമത്തെ കേസ്. മൂന്നാമത്തേന്ന് വെച്ചാൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ട പണം ഇല്ല, അന്നും ഇല്ല ഇന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ CBI കൊടുത്തെല്ലാം കൂടി ഇപ്പോൾ ഈ ഫീസിൻ്റെ കേസ് ഇട്ടുകൊണ്ട് എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു ഇടങ്ങേറായി. എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ റബ്ബ് ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും. എൻ്റെ മോളെ കേസിന് മുന്നിൽ നിൽക്കാൻ സത്യസന്ധമായ, അള്ളാഹിനെ പേടിയുള്ള, അള്ളാഹിൻ്റെ മുന്നിൽ നന്മ ആഗ്രഹിക്കുന്ന, ഈ കൈ കൊടുക്കുമ്പോൾ മറ്റുള്ള കൈ കൊണ്ട് ഇതാക്കി ചെയ്യുന്നതല്ല. അല്ലാതെ തന്നെ നമ്മളെ മോളെ കേസ് കെട്ടിന് അള്ളാഹ് നിയോഗിച്ച ആളുണ്ടാവും. അവരെ മുന്നിലേക്ക് എത്തട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നായിരുന്നു പെട്ടെന്ന്. പക്ഷേങ്കിൽ ഈ ഒരു കേസ് കെട്ടിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ ഈ ഫീസും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോ കേസിന് ഓരോ സംഭവങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം. എന്തായാലും റബ്ബ് കാണ്ടിക്കില്ലല്ലേ. എന്തായാലും സപ്പോർട്ട് ചെയ്യണം, ദുആ ചെയ്യണം. അള്ളാഹ് കാക്കട്ടെ. ഒന്നും പറയാനില്ല. ആരോട് പറയണ്ടേ, എങ്ങനെ മനസ്സ് തുറക്കണം, ആരോട് പറയണം എന്നൊരു എന്തായാലും പിന്നെ മരിക്കുന്നവരല്ലേ എല്ലാം അനുഭവിക്കേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനുഭവിക്കേണ്ടുള്ളൂ. കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ മോളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ദ്വാരക്കുക. അതിന് പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും.